أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: ഏതെങ്കിലും ഒരു സന്ദേശം നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിസ്മൃതമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമോ തത്തുല്യമോ ആയത് നാം കൊണ്ടുവരുന്നതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു: യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗവും തന്നെ മൻസൂഖ് അഥവാ ദുർബലമായതായിട്ടില്ല. അതിലെ ഓരോ വാക്കും പ്രാവർത്തികയോഗ്യമായതായിട്ടുള്ളതാണ്. മാത്രമല്ല അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ശരീഅത്ത് അഥവാ ന്യായപ്രമാണമാണ്. ഹുസൂർ പറയുന്നു: ഞാനൊരിക്കൽ ജാഗ്രതാ ദർശനത്തിൽ കണ്ടു. ഞാൻ ഒരു വ്യക്തിയോട് പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ ഓരോ പദത്തിലും ഫതഹിലും കെസറിലും അർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അതിലെ അർത്ഥത്തെ വ്യത്യാസപ്പെടുത്തുന്നു. അത് എത്രത്തോളം യുക്തി നിർഭരമാകുന്നുവെന്നാൽ മറ്റൊരു ഗ്രന്ഥത്തിനും തന്നെ അതിന് തത്തുല്യമായത് എടുത്തു കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ അതിലെ എല്ലാ അർത്ഥവും യുക്തിയും എല്ലാവരിലും തുറക്കപ്പെടണമെന്നില്ല. പക്ഷേ ഓരോ കാലത്തും അതിൻ്റെ പുതിയ പുതിയ അർത്ഥങ്ങൾ തുറക്കപ്പെടുന്നു. അവ കൂടാതെ മറ്റു ചില അർത്ഥങ്ങൾ കൂടി അതിനുണ്ടാകും. അവ മറ്റു ചിലർക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും. അതായത് വരാനുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കും. ഈ നടപടി ഖിയാമത്ത് നാൾ വരെ തുടരുന്നതായിരിക്കും. അതായത് പുതിയ കാലത്തിനും ജനതയ്ക്കും അനുസരിച്ച് പുതിയ പുതിയ അർത്ഥങ്ങൾ തുറക്കപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ മൻസൂഖ് ചെയ്യപ്പെട്ട ആയത്തുകളുണ്ട്, അതായത് ദുർബലമായ ആയത്തുകളുണ്ട് എന്ന് പറയുന്നവരാരും തന്നെ അതിന് തെളിവായിക്കൊണ്ട് ഇന്ന ആയത്ത് മൻസൂഖാണെന്ന് അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായോ, അല്ലെങ്കിൽ ഇന്ന ആയത്ത് അള്ളാഹു മൻസൂഖ് ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞതായോ, അല്ലെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ വന്നപ്പോൾ എനിക്ക് ഇന്ന ആയത്ത് മൻസൂഖ് ചെയ്യപ്പെട്ടതായി ഇൽഹാം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതായോ ഉള്ള ഒരു തെളിവും തന്നെ സമർപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ പറയുന്നത് ഇന്ന ആയത്ത് ഇന്ന ആയത്തിന് എതിരായിട്ടാണ് മനസ്സിലാകുന്നത്, അതുകൊണ്ട് അവയിലൊന്ന് മൻസൂഖാണ് അല്ലെങ്കിൽ ദുർബലമായതാണ് എന്നാണ്. അതായത് അവർക്ക് പരിഹരിക്കാൻ പറ്റാത്തവയെല്ലാം തന്നെ അവർ മൻസൂഖായി ഗണിക്കുന്നു. ഹുസൂർ പറയുന്നു, യഥാർത്ഥത്തിൽ അറിവില്ലായ്മയാണ് അതിന് കാരണം. മാത്രമല്ല മൻസൂഖ് ചെയ്യപ്പെട്ടവയിൽ ചിലത് ആയത്തും അതിൻ്റെ കൽപ്പനയും മൻസൂഖ് ചെയ്യപ്പെട്ടവയാണ് എന്ന് പറയുന്നതിന് ഉദാഹരണമായി ഒരു ആയത്ത് പോലും സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കൂടാതെ തഹ്വീലെ ഖിബ്ലയെക്കുറിച്ചും ആയത്തുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ ആ ആയത്തും സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വാദങ്ങൾ ഒരിക്കലും വിശ്വാസയോഗ്യമായി കണക്കിലാക്കാൻ സാധ്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മറ്റൊരു വാദം എന്നത് ചില ആയത്തുകൾ സഹാബാക്കൾ മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ വലിയ കോലാഹലം സൃഷ്ടിക്കപ്പെടുമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറുകണക്കിന് സ്വഹാബാക്കൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അവരത് ഹൃദ്യസ്ഥമാക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരവസരത്തിൽ 70 കാര്യങ്ങൾ ഒരുമിച്ച് ഷഹീദാക്കപ്പെട്ടതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്നും മനസ്സിലാകുന്നത് അതിനേക്കാൾ അധികം പേർ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിട്ടുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എല്ലാവരും ഒന്നടങ്കം ഖുർആൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ അതൊരു മുഅ്ജിസത്തിനേക്കാൾ കുറവായിരിക്കുകയില്ല. ഒരിക്കലും തന്നെ യുക്തിക്ക് യോജിച്ചതല്ല. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു എന്നീ ഉന്നതരായ സുഹാബാക്കൾ ഇന്ന സൂറത്ത് മനഃപ്പാഠമാക്കിയിരുന്നു, പിന്നീടത് മറന്നുപോയി എന്ന് പറഞ്ഞ് നിവേദനം ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഏത് ആയത്തുകളെക്കുറിച്ചാണോ അതിലെ പദങ്ങൾ മൻസൂഖ് ആയിപ്പോയെന്നും എന്നാൽ കൽപ്പന ഇപ്പോൾ നിലനിൽക്കുന്നുവെന്നും അവർ പറയുന്നത് അതും അംഗീകരിക്കാൻ ബുദ്ധി സമ്മതിക്കുന്നില്ല. കാരണം
കൽപ്പന നിലനിൽക്കുന്നുവെങ്കിൽ ആയത്തിലെ പദങ്ങൾ മൻസൂഖ് ചെയ്യേണ്ട ആവശ്യമെന്താണുള്ളത്? ഹുസൂർ പറയുന്നു, യാഥാർത്ഥ്യമെന്തെന്നാൽ മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ എന്നതിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മൻസൂഖ് ആകുന്നതിനെക്കുറിച്ച് എവിടെയും പരാമർശിക്കുന്നില്ല എന്നതാണ്. മറിച്ച് കഴിഞ്ഞ ആയത്തിൽ യഹൂദികൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ നാഥനിൽ നിന്നും നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും വലിയ നന്മ എന്നത് അവന്റെ ഭാഗത്തു നിന്നുള്ള ദൈവിക വെളിപാടുകളാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ അവർ ചോദിച്ചിരുന്നത്, ഒരു ദൈവിക ഗ്രന്ഥം ഉണ്ടായിരിക്കെ മറ്റൊരു ഗ്രന്ഥത്തിന്റെ ഒരു അധ്യാപനത്തിന്റെ ആവശ്യമെന്താണ് എന്നായിരുന്നു. അതിനു മറുപടിയായിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ ദൈവിക ഗ്രന്ഥങ്ങളിലെ ചില അധ്യാപനങ്ങൾ കാലഹരണപ്പെട്ടതുകൊണ്ട് മൻസൂഖ് ചെയ്യപ്പെടേണ്ടവയായിരുന്നു. ചില അധ്യാപനങ്ങൾ കാലപ്പഴക്കം കാരണം അവർ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അവ അതിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരുന്നു. അതിനെ വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊരു ഭാഗം മൻസൂഖ് ചെയ്ത് അതിനേക്കാൾ ഉത്തമമായ അധ്യാപനം ഈ ഗ്രന്ഥത്തിൽ, അതായത് വിശുദ്ധ ഖുർആനിൽ നാം ഉൾപ്പെടുത്തുകയുണ്ടായി. മറന്നുപോയ അധ്യാപനങ്ങൾ വീണ്ടും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതാണ്, ഏതെങ്കിലും ഒരു സന്ദേശം നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിസ്മൃതമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലെങ്കിൽ അതിന് തുല്യമായത് കൊണ്ടുവരും എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. അതിനെക്കുറിച്ച് അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ പ്രവചനം അടങ്ങിയിരിക്കുന്നതുമാണ്. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.